ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് FSSAIയെ കുറിച്ചാണ്. FSSAI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതാണ് FSSAI എന്ന് പറയുന്നത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് FSSAIയുടെ ഫുൾ ഫോം. പലവരും കേട്ടിട്ടുണ്ടാവും, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പാക്കിൻ്റെ പുറത്തുണ്ടാവും FSSAI രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഒരു പ്രൊഡക്റ്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റം നമ്മൾക്ക് മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽപ്പന നടത്തണമെങ്കിൽ നിർബന്ധമായിട്ടും FSSAIയുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ നിർബന്ധമാണ്. ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റിയാണ് FSSAI എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടും പല ആളുകളും വീട്ടിൽ പല രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണം പറയാം, കേക്ക് നിർമ്മാണം, അതുപോലെ തന്നെ പിക്കിൾസ് അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളുണ്ട്, ബിരിയാണി ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളുണ്ട്, ചെറിയ ഐറ്റംസ് മിഠായികൾ, അങ്ങനെ പല ഐറ്റംസ് ഫുഡ് ഐറ്റംസുകളും സ്നാക്സുകൾ ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഭൂരിഭാഗം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, അവരൊക്കെ FSSAIയുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, അങ്ങനെ ഇനി ആരെങ്കിലും വീട്ടിൽ ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും FSSAIയുടെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കഴിച്ച് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നത്തിന് ഇടയാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് തരം ലൈസൻസുകളുണ്ട്, രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വാർഷിക വിറ്റുവരവ് 12 ലക്ഷം വരെയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ മതിയാകും, സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ മതിയാകും. അതേസമയം നമ്മുടെ ഒരു വാർഷിക വിറ്റുവരവ് 12 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, നമ്മുടെ വിൽപ്പന കൂടുതലാണെങ്കിൽ നമ്മൾ ലൈസൻസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രജിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ പരിപാടി, നമ്മളെ ചെറിയ കച്ചവടം കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അതായത് രജിസ്ട്രേഷന് ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ട പൈസ അല്ലെങ്കിൽ ഫീ എന്ന് ഗവൺമെൻറ് അടക്കുന്ന ഫീസ് എന്ന് പറയുന്നത് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെറും 100 രൂപ. എന്നാൽ നമ്മുടെ വാർഷിക വിറ്റുവരവ് 12 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ലൈസൻസ് എടുത്തേ മതിയാകൂ. അതിന് ഒരു വർഷത്തിന് 2000 രൂപ നമ്മൾ അടക്കണം. അത്രയും എമൗണ്ട് മാറ്റുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ആണെങ്കിൽ വെറും 100 രൂപ മതി ഒരു വർഷത്തിന്. അതേസമയം ലൈസൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് 2000 രൂപ ചിലവ് വരും. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മളെ ഫുഡ് ഐറ്റംസ് വലിയ പരിപാടികളാണെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമുള്ളൂ. മറ്റേത് നമുക്ക് രജിസ്ട്രേഷൻ മാത്രം മതി. ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ആരുടെ പേരിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകേണ്ടത് എങ്കിൽ അപേക്ഷകൻ ആരാണോ അവരുടെ ഒരു ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഫോട്ടോ ആണ് വേണ്ടത്. പിന്നെ അവരെ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം, അതിലേക്ക് OTP വരും. ആ OTP ആവശ്യമാണ്. എല്ലാത്തിനും ഞാൻ നേരത്തെ മറ്റു വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ OTP നിർബന്ധമാണ്. അതേസമയം നമ്മൾ ലൈസൻസ് ആണ് എടുക്കുന്നത് എങ്കിൽ, നമ്മളെ വലിയ പരിപാടിയാണ് നമ്മളിതെന്നുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ ഫുഡ് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ലൈസൻസ് എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് നൂലാമാലകളുണ്ട്. ഒന്ന്, നമ്മുടെ ഷോപ്പിന് കടൻ്റെ ലൈസൻസ് വേണം, അഥവാ പഞ്ചായത്ത് ലൈസൻസ് എടുത്തിരിക്കണം ഒന്ന്. പിന്നെ ആ വ്യക്തിയുടെ ആധാർ കാർഡ് വേണം, ഫോട്ടോ വേണം. ഇനി ഈ സ്ഥാപനം തന്നെ സ്വന്തം അല്ല, വാടകക്കാണ്, പിന്നെ ഇവരിത് ചെയ്യുന്ന റൂം വാടകക്കാണ്, റെൻ്റ് ആണെങ്കിൽ റെൻ്റ് എഗ്രിമെൻ്റ് വേണം. അതേപോലെ തന്നെ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അതിനുള്ള രേഖകൾ വേണം. അതല്ല പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം. ഇങ്ങനെ ഒരുപാട് രേഖകൾ നമ്മളതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. ഈ ലൈസൻസിൻ്റെ സിസ്റ്റം തന്നെ വെച്ചാൽ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, വർഷത്തിന് വാർഷിക ഫീ എന്ന് പറയുന്നത് 2000 രൂപയാണ്.
അതിൽ 1000 രൂപ നമ്മൾ ആദ്യം അടക്കണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ അവർ നമ്മൾ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് അവർ പറയുന്ന എല്ലാ രേഖകളും അതിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് അനുവദിക്കാൻ പറ്റും എന്നുള്ള രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വെരിഫൈഡ് വന്ന് നമ്മൾ ബാക്കി 1000 രൂപയും കൂടി അടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ലൈസൻസിൻ്റെ കോപ്പി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ സിസ്റ്റം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രജിസ്ട്രേഷൻ ആണെങ്കിലും ലൈസൻസ് ആണെങ്കിലും നമ്മളത് യഥാസമയങ്ങളിൽ പുതുക്കാൻ വിട്ടുപോയാൽ അത് ഭയങ്കര പ്രശ്നം, നമുക്ക് ഫൈന് വരും. അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് നമ്മൾ പുതുക്കാൻ വിട്ടുപോയാൽ അതിന് രജിസ്ട്രേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ലൈസൻസ് ആണെങ്കിലും ഇത് രണ്ടിനും ഫൈൻ ഉണ്ട്. അപ്പോൾ അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പുതുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഫൈൻ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. ആ ഫൈനും കൂടി ആ വാർഷിക നമ്മൾ എത്ര വർഷത്തിനാണ് എടുക്കുന്നതെങ്കിൽ ആ പൈസ അടക്കേണ്ടി വരും. കൂട്ടത്തിൽ ഇതിൻ്റെ ഫൈന് നമ്മൾ അടക്കേണ്ടി വരും. അവിടെ നമുക്ക് പരമാവധി 5 വർഷമാണ് കിട്ടുക. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷന് 5 വർഷത്തിന് ഒന്നിച്ചെടുക്കുക. അപ്പോൾ 500 രൂപ നമുക്ക് ഫീ വരും. അതുപോലെ തന്നെ ലൈസൻസ് നമുക്ക് 5 വർഷത്തിന് എടുക്കുക. അപ്പോൾ അത്രയും എമൗണ്ട് വരും എന്നർത്ഥം. ഒരു വർഷത്തിന് 2000 രൂപ വരുമ്പോൾ 10000 രൂപ വരും 5 വർഷത്തിന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ വർഷം നമ്മൾ പുതുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡാണ്. ഫുഡ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുക. അപ്പോൾ രജിസ്ട്രേഷനും വേണ്ടവർ രജിസ്ട്രേഷൻ എടുത്ത് വെക്കുക, ലൈസൻസ് എടുക്കേണ്ടവർ ലൈസൻസ് എടുക്കുക. അപ്പോൾ അതാണ് FSSAI രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഫുഡ് ഐറ്റംസ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിൽ ആ പാക്കിൻ്റെ പുറത്ത് FSSAIയുടെ രജിസ്ട്രേഷനോ ലൈസൻസ് നമ്പറോ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വാങ്ങാവൂ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിലൊരു പ്രൊഡക്റ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി നമ്മളൊരു കടയിൽ കൊണ്ടു കൊടുക്കുകയാണ്, വിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ആ കടക്കാരൻ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് FSSAIയുടെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ വിറ്റ് കഴിഞ്ഞാൽ ഈ FSSAIയുടെ ഇതിൻ്റെ സ്കോഡ് വരും. ചെക്ക് ചെയ്യാൻ വേണ്ടി ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ വരുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് FSSAIയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് അവിടെ വിറ്റ് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. മാത്രമല്ല കടക്കും എന്ത് വേണം, FSSAIയുടെ രജിസ്ട്രേഷൻ വേണം. കാരണം എല്ലാ കടകളിലും എന്തായാലും ഫുഡ് കഴിക്കുന്ന സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ആ ഷോപ്പിന് FSSAI രജിസ്ട്രേഷൻ വേണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീടുകളിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ആളുകൾ ആ കാര്യം ഈ രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചില ആളുകൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു സാധനം, ഉദാഹരണം പറയാണ്, ഇപ്പോൾ ഒരു ചാക്ക് ഈത്തപ്പഴം നമ്മൾ ഒന്നിച്ച്, ഉദാഹരണത്തിന് ഒന്നെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു ലോഡ് ഈത്തപ്പഴം നമ്മൾ ഇറക്കി ഒരു ഗോഡൗണൊക്കെ ആക്കിയിട്ട് അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ചെറിയ 1 കിലോനും 1 kg അല്ലെങ്കിൽ 2 കിലോ 3 കിലോ 1 കിലോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയ പാക്കറ്റുകളായിട്ട് അഥവാ റീപാക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റീപാക്കിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അത് വേറെ ചെയ്യണം. അത് ലീഗൽ മെട്രോളജിയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് റീപാക്കിങ്ങിൻ്റെ ലൈസൻസ് തരേണ്ടത്. മറ്റേ FSSAI ആണ് ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ തരേണ്ടത്. രണ്ടും 2 സൈറ്റാണ്, വ്യത്യാസമുണ്ട്. അതിന് റീപാക്കിങ്ങിന് 750 രൂപ നമ്മൾ ഫീസ് അടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റീപാക്കിങ്ങിൻ്റെ ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. നിങ്ങളുടെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.